വീണ്ടും സംസ്ഥാനത്ത് ലവ് ജിഹാദ് എന്ന ആരോപണം. കണ്ണൂർ ചൊക്ലിയിൽ ഹിന്ദു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം പ്രതി കണ്ണൂർ ഒളിവിലം സ്വദേശി വിദേശത്തേക്ക് കടന്നു. മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചു. ഹിന്ദു സംഘടനകൾ ലവ് ജിഹാദ് എന്ന് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിൽ അടിയന്തരമായി മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്തതുപോലെ ലവ് ജിഹാദ് നിരോധന നിയമം കൊണ്ടുവരണമെന്നും കടുത്ത ശിക്ഷ നടപ്പാക്കണമെന്നും ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നു. നിയമത്തിന്റെയും ശിക്ഷയുടെയും അഭാവത്തിൽ മറ്റു മതസ്ഥരായ പെൺകുട്ടികളെ മതം മാറ്റുകയും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു, തുടർന്ന് ഉപേക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു ലവ് ജിഹാദ് സംഭവം കോഴിക്കോടുണ്ടായത്. കോഴിക്കോട് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ഉണ്ടായി. ഇപ്പോൾ കണ്ണൂർ ചൊക്ലിയിലാണ് സംഭവം. ഹിന്ദു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം പ്രതി കണ്ണൂർ ഒളിവിലം സ്വദേശി വിദേശത്തേക്ക് കടന്നു. മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചു. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് ചൊക്ലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: പ്രതിയായ ഒളിവിലം സ്വദേശി ഷാഹിർ ബഷീർ പെൺകുട്ടിയെ സംരക്ഷിക്കാമെന്നും വിവാഹം കഴിക്കാം എന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. തന്റെ മാതാപിതാക്കളുമായി സംസാരിച്ച് വിവാഹം ഉറപ്പിക്കാൻ എന്ന വ്യാജേന പെൺകുട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ഒരു കെട്ടിടത്തിലെത്തിച്ച് വിവാഹം തീരുമാനിച്ച സ്ഥിതിക്ക് ലൈംഗിക ബന്ധമാകാം എന്നും തങ്ങളുടെ ആചാരപ്രകാരം ഇത് ശരി എന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് ഇത്തരം ലൈംഗിക ബന്ധം ചെയ്യുന്ന വീഡിയോകൾ എടുത്ത് പ്രതി സൂക്ഷിച്ചു. പ്രതി നിരവധി സ്ഥലത്ത് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. വിവാഹം ഇങ്ങനെയാണ് ഞങ്ങളുടെ രീതിയിലെന്ന് പെൺകുട്ടിയെ ധരിപ്പിക്കുകയും ചെയ്തു. ആദ്യം പ്രതിയുടെ ചൊക്ലി ഒളിവിലെത്ത് വീട്ടിൽ വെച്ചാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്. പല സ്ഥലങ്ങളിൽ ഭീഷണിപ്പെടുത്തി എത്തിച്ച് പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതായും യുവതി നൽകിയ പരാതിയിലെ എഫ്ഐആറിൽ പറയുന്നു. ഇപ്പോൾ പ്രതി ഖത്തറിലാണ്. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. പ്രണയം നടിച്ച് 21-കാരിയെ വിവാഹം കഴിച്ച് മതം മാറ്റാൻ ശ്രമിച്ച കോഴിക്കോട് കക്കാടംപൊയിൽ സ്വദേശി ഷാഹുൽ ഹമീദ് കസ്റ്റഡിയിലായത് കഴിഞ്ഞ ആഴ്ചയാണ്. മതം മാറാൻ വിസമ്മതിച്ചതോടെ യുവതിയും കൈക്കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഷാഹുൽ ഹമീദ് കടന്നു കളയുകയായിരുന്നു. ഇയാൾ മറ്റൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയും പ്രണയക്കെടിയിൽപ്പെടുത്തി മതം മാറ്റാൻ ശ്രമിച്ചിരുന്നു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. തൃശൂർ സ്വദേശിയാണ് 21-കാരി. ഷാഹുൽ ഹമീദും യുവതിയും ഒരുമിച്ചാണ് ജോലി ചെയ്തത്. പരിചയം ഒടുവിൽ വിവാഹത്തിലെത്തുകയായിരുന്നു. യുവതിയെ വിശ്വാസത്തിലെടുക്കാൻ ഗുരുവായൂർ അമ്പലം നടക്കി പുറത്തുവെച്ച് വിവാഹം നടത്തി. അതിനുശേഷം ഇരുവരും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു. വിവാഹത്തിന് മുൻപ് ഒരിക്കലും മതം മാറുന്ന കാര്യം ഷാഹുൽ ഹമീദ് പറഞ്ഞിരുന്നില്ല എന്നാണ് യുവതി പറയുന്നത്. എന്നാൽ വിവാഹത്തിന് ശേഷം സ്ഥിതി മാറി. മതം മാറാൻ യുവാവിന്റെ വീട്ടുകാർ നിരന്തരം സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. കുഞ്ഞുണ്ടായതോടെയാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങിയത്. അമ്മയും കുഞ്ഞിനെയും അംഗീകരിക്കണമെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നും ഇവർ നിർബന്ധം പിടിച്ചു. പൊന്നാനിയിലേക്ക് യുവതിയെ കൊണ്ടുപോകാനും ശ്രമിച്ചു. എന്നാൽ യുവതി വിസമ്മതിച്ചതോടെ ഷാഹുൽ ഹമീദ് ഇവരെ ഉപേക്ഷിച്ച് മുങ്ങുകയായിരുന്നു. പിന്നീട് യുവാവ് ക്രിസ്ത്യൻ പെൺകുട്ടിയും പ്രണയക്കെടുതിയിൽപ്പെടുത്താൻ ശ്രമിച്ച വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള പരാതികൾ കേരളത്തിന്റെ പല ഭാഗത്തും നടത്തുന്നത് കേരള സമൂഹത്തിന്റെ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക മതസമുദായത്തിൽപ്പെട്ട യുവാക്കൾ മറ്റ് മതസ്ഥരായ പെൺകുട്ടികളെ തിരഞ്ഞുപിടിച്ച്, ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ കുട്ടികളെ തിരഞ്ഞുപിടിച്ച് അവരെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി അവരെ പല രീതിയിലും ദുരുപയോഗം ചെയ്തതിനു ശേഷം ഉപേക്ഷിച്ച് കടന്നുകളയുന്ന രീതിയാണ് ഇപ്പോൾ കേരളത്തിൽ പല ഭാഗത്തും കണ്ടുവരുന്നത് എന്ന് ഹിന്ദു ക്രിസ്ത്യൻ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. ഇതിനെതിരെ പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ രംഗത്ത് വരണം, മുന്നോട്ട് വരണം. ഇതിനെതിരെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ നിയമങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി ഇപ്പോൾ ആശങ്കയോടെ തന്നെയാണ് പല മാതാപിതാക്കളും രംഗത്ത് വരുന്നത്. ഇത് കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതിന് നിയമങ്ങളൊന്നും നിയമപരിരക്ഷ കൊണ്ടുവരാതെ ഇരിക്കുകയാണ് എങ്കിൽ ഇത് ഇങ്ങനെ തുടർന്ന് തന്നെ പോകും. ഒരുപാട് പെൺകുട്ടികളുടെ ജീവൻ ഇതുപോലെ അപകടത്തിലാവുകയും ചെയ്യും. നമുക്കറിയാം, പണ്ട് ഇതുപോലെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ പെൺകുട്ടികളെ തിരഞ്ഞുപിടിച്ച് അവരെ പ്രണയം നടിച്ച് അവരെ കുരുക്കിലാക്കിയതിനു ശേഷം വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ഉപേക്ഷിക്കുന്നു, അവിടെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. അവരിൽ പലരും ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയാതെ ആ കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണുനീരിൽ തന്നെയാണ്, കണ്ണുനീര് കുടിച്ചു തന്നെ കഴിയുന്ന ഒരു കാലമാണ്. എന്തായാലും ഇതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ വളരെയധികം ഗൗരവമായി തന്നെ എടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിലുള്ള കുടുംബങ്ങളിലെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. അത്രമാത്രം ആശങ്ക ഉണർത്തുന്ന ഒരു വിഷയമാണ്. കുട്ടികളെ ശരിക്കും പറഞ്ഞു ബോധവൽക്കരിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇത്തരത്തിലുള്ള പ്രണയങ്ങളിൽ വീഴാതിരിക്കാൻ അവർ തന്നെ അവരുടെ ചുറ്റുമുള്ള കുരുക്കുകളെ കുറിച്ച് ബോധവാന്മാരായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഓരോ ദിവസവും ഓരോ പ്രദേശത്ത്, കേരളത്തിലൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൂ, പല പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ലവ് ജിഹാദുകൾ തുടരുന്നു എന്ന് തന്നെയാണ് ഈ അടിക്കടി പുറത്തേക്ക് വരുന്ന പൊങ്ങി വരുന്ന ഈ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കരുതിയിരുന്നാൽ, ജാഗ്രതയായിരുന്നാൽ പെൺകുട്ടികൾ സുരക്ഷിതരായിരിക്കും. ന്യൂസ് ഡെസ്ക് കർബാൻസ്.